നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു ഗംഭീരമായ സ്ഥലത്താണ്. UAE ഒരു എമിറേറ്റായ ഫുജൈറയിലെ ഒരു ഇൻറ്റീരിയർ സ്ഥലത്താണ്. അവിടെ വെച്ച് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു വാഹനമാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ പേര് ഇനിയോസ് ഗ്രനേഡിയർ എന്നാണ്. നമുക്ക് നമ്മുടെ എല്ലാം ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനങ്ങളിലൊന്നാണ് ലാൻഡ് റോവറിൻ്റെ ഡിഫൻഡർ. ഏതാണ്ട് ഡിഫൻഡറിൻ്റെ രൂപഭാവങ്ങളുള്ള ഒരു വാഹനമാണിത്. പക്ഷേ ഒരിക്കലും അതിൻ്റെ ഒരു കോപ്പിയായിട്ട് കരുതാനാവില്ല. കാരണം ഏറ്റവും ആധുനികമായ ഒരു വാഹനമാണ് ഗ്രനേഡിയർ. ഈ വാഹനത്തിൻ്റെ ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ രസകരമായ ഒരു ചരിത്രമുണ്ട് ഗ്രനേഡിയറിന്. അതായത് 67 വർഷം നിർമ്മിച്ച ശേഷം 2016 ഡിഫൻഡറിൻ്റെ, അതായത് ഈ ഷേപ്പുള്ള ഡിഫൻഡറിൻ്റെ നിർമ്മാണം നിർത്തിയത്. ആ സമയത്ത് ജിം റാഡ്ക്ലിഫ് എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം ഇനിയോസ് എന്ന് പറയുന്ന വലിയൊരു കെമിക്കൽ കമ്പനിയുടെ ഉടമയാണ്. അദ്ദേഹത്തിന് തോന്നി ലാൻഡ് റോവറിൽ നിന്നും ഈ വാഹനത്തിൻ്റെ ടൂളും മറ്റും വാങ്ങിച്ചിട്ട് ഇതേ രൂപത്തിലൊരു വാഹനം നിർമ്മിച്ചാലോ എന്നൊരാഗ്രഹം വരികയും അദ്ദേഹം ലാൻഡ് റോവർ ചെന്ന് ചോദിക്കുകയും ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇല്ല, തരില്ല, ടൂള് തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വാശിയാകുമല്ലോ. അങ്ങനെ അദ്ദേഹം സ്വന്തം വാഹന നിർമ്മാണ കമ്പനി സ്ഥാപിക്കുകയും ഡിഫൻഡറിന് സമാനമായൊരു വാഹനം ഡിസൈൻ ചെയ്തെടുക്കുകയും ചെയ്തു. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഗ്രനേഡിയർ. ഇപ്പോൾ പക്ഷേ ഇത് ലോകവ്യാപകമായി കാര്യമായ രീതിയിൽ വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം മാത്രം ഏതാണ്ട് 4553 യൂണിറ്റുകൾ വിറ്റു എന്നുള്ളതൊരു പുതിയ വാഹനത്തെ സംബന്ധിച്ച്, അത് അത്യാവശ്യം വിലയുള്ള ഒരു വാഹനത്തെ സംബന്ധിച്ച് മോശമായ കാര്യമല്ല ഇത്. അപ്പോൾ ഈ വാഹനം ഇപ്പോൾ UAE വിൽപ്പന ആരംഭിച്ചിരിക്കുകയാണ്. എന്താണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഗംഭീരമായൊരു വാഹനമാണ്. ഇൻറ്റീരിയറൊക്കെ വളരെ രസകരമാണ്. പഴമയിലേക്ക് തിരിച്ചുപോയ ഇൻറ്റീരിയർ ആണെങ്കിലും ഏറ്റവും ആധുനികമായ ഫീച്ചേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓഫ് റോഡിൻ്റെ ഏറ്റവും ഗംഭീരമായ ഫീച്ചേഴ്സ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. കാഴ്ചയിലാണെങ്കിൽ നിങ്ങൾക്ക് പഴയ ഡിഫൻഡറിനെ ഓർമ്മ വരികയും ചെയ്യും. അങ്ങനെയൊക്കെയുള്ള ഈ വാഹനത്തെ പറ്റി കൂടുതൽ സംസാരിക്കാനായിട്ട് ഈ വാഹനത്തിന് 2-3 എമിറേറ്റ്സിൻ്റെ ഡീലർഷിപ്പ് എടുത്തിട്ടുള്ള മണികണ്ഠൻ നമ്മുടെയുണ്ട്. മണികണ്ഠൻ നമുക്ക് പരിചയമുള്ള ആളാണ്. കാരണം ഹോങ്ചി എന്ന ചൈനീസ് വാഹന കമ്പനിയുടെ UAE ഡീലർഷിപ്പുകൾ മിക്കതും മണികണ്ഠൻ്റെതാണ്. മണികണ്ഠ, നമസ്കാരം. നമസ്കാരം. നാണിച്ച് മാറി നിൽക്കുകയാണ്. അപ്പോൾ ഏതായാലും ഒരു കിടിലൻ സാധനമാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത്. തന്നെയല്ല, എനിക്ക് തോന്നുന്നത് ഒരു ചൈനീസ് കമ്പനിയുടെ ഡീലർഷിപ്പിൽ നിന്ന് പെട്ടെന്ന് ഒരു ബ്രിട്ടീഷ് കമ്പനിയിലേക്ക് മാറി എന്നുള്ളതാണ് പ്രത്യേകത. അത് ഞാൻ പറയാൻ വിട്ടുപോയി. കാരണം ഇതൊരു ബ്രിട്ടീഷ് കമ്പനിയാണ്. സാധാരണഗതിയിൽ പഴയ വാഹനങ്ങളുമായിട്ട് രൂപ സാദൃശ്യമുള്ള വാഹനങ്ങളൊക്കെ നിർമ്മിക്കുന്ന ചൈനീസ് കമ്പനികളായതുകൊണ്ട് അങ്ങനെ തെറ്റിദ്ധരിച്ചൊക്കെ ഒരിക്കലുമല്ല. ഇത് നിർമ്മിക്കുന്ന ഫ്രാൻസിലാണ്. ഈ പറഞ്ഞ കമ്പനി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ബ്രിട്ടനിലുമാണ്. അങ്ങനെ പൂർണ്ണമായും ബ്രിട്ടീഷ് വാഹനമാണ് ഇതെന്നാണ് പറയേണ്ടത്. അപ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ മണിയോടുകൂടി ഇങ്ങ് വരണം എന്ന് പറഞ്ഞത്. കാരണം നമ്മൾ പുതുതായിട്ടാണല്ലോ ഈ വാഹനം കാണുന്നത്. എന്തായാലും എങ്ങനെയുണ്ട് റെസ്പോൺസ്? അതാണ് ആദ്യം ചോദിക്കേണ്ടത്. ഈ ഒരു വണ്ടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ തോന്നും, അത് സത്യമാണ്. എങ്ങനെയുണ്ട് റെസ്പോൺസ്? ഇപ്പോൾ ആളുകൾക്ക് എത്തിത്തുടങ്ങിയിട്ടുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പോൾ മലയാളീസിൻ്റെ ഒക്കെ വന്നുകൊണ്ടിരിക്കും. ലോക്കൽസ് ഓൾമോസ്റ്റ് എല്ലാവരുടെ അടുത്തും ഒരു സെക്കൻഡ് വാഹനമായിട്ടാണ് ഇതിനെ ഉപയോഗിക്കുന്നത്. അതായത് ഈ മൗണ്ടൻ ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ വരുമ്പോൾ വഴി അത് കൂടാതെ നമുക്കൊന്നും കൂടി ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, ബ്രിട്ടീഷ് കമ്പനിയാണ് ഇതിൻ്റെ ഓണർ. പക്ഷെ ഇതിൻ്റെ ഫുൾ ടെക്നോളജി ജർമ്മൻ ടെക്നോളജി. അതുകൊണ്ടാണ് ഇതിൻ്റെ ബാഡ്ജ് പോലും അവർ രണ്ട് രാജ്യത്തിന്റെ ബ്രിട്ടീഷ് പതാകയും മറ്റേ ജർമ്മൻ ഇതും കൂടെയാണ് അല്ലേ? തന്നെയല്ല എഞ്ചിൻ ഉപയോഗിച്ചിരിക്കുന്നത് BMW ആണ്. തന്നെയല്ല ഇപ്പം ഞാൻ വായിച്ചെന്ന് വെച്ചാൽ ഫ്രാൻസിലെ BMW ഒരു പ്ലാന്റ് ഇവർ വാങ്ങിച്ചിട്ട് ഇപ്പം അവിടെയാണ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇതിന്റെ ട്രാൻസ്മിഷൻ ZF ആണ്. ZF ആണ് ഏറ്റവും ലോകോത്തര നിലവാരത്തിൽ ഏറ്റവും വലിയ കമ്പനികളുടെ പ്രൊഡക്റ്റ് എടുത്ത് ഏറ്റവും ബെസ്റ്റിനായും കരുത്തനായിട്ടുള്ള ഒരു വാഹനത്തെ നിർമ്മിക്കുക എന്നുള്ളതാണ് അദ്ദേഹം. സത്യം. അതുതന്നെയാണ് എനിക്ക് അതിന്റെ ഏറ്റവും കൂടുതൽ ഒരു ക്യൂരിയോസിറ്റി വന്നത്. ഒരു വാഹനത്തിനോടുള്ള പാഷൻ മുഖാന്തരം ആ ഒരു ഏരിയയിൽ വർക്ക് ചെയ്യാത്ത ഒരാൾ, ഓയിൽ കമ്പനിയുടെ ഉടമ, അദ്ദേഹം എന്തുകൊണ്ട് എനിക്ക് അതിലും കരുത്തുറ്റൊരു വാഹനം നിർമ്മിച്ചുകൂടാ എന്ന് പറയുമ്പോൾ ഒരു സംഭവം, അതൊരു വലിയൊരു കാര്യമാണ്. ഇതൊരു വലിയൊരു വാഹനം തന്നെയാണ്. കാരണം 3000 മില്ലിമീറ്ററോളം വീൽ ബേസ്, 2000 മില്ലിമീറ്ററോളം ഹൈറ്റ്, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. 3 ലിറ്റർ എഞ്ചിനാണ്, 282 bhp പെട്രോൾ എഞ്ചിനാണ്, ടർബോ ചാർജ് എഞ്ചിനാണ്, 8 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് അല്ലേ? അതാ ഞാൻ പറഞ്ഞത്. അത്തരം കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും പുതിയ ഡിഫൻഡറിനോട് ചേർന്ന് നിൽക്കുന്ന ഫീച്ചേഴ്സാണ്. പക്ഷേ രൂപത്തിൽ പഴയ ആ ഒരു റെട്രോ ഫീൽ നിലനിർത്തിയിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും. പിന്നെ അത് മാത്രമല്ല, ഒട്ടുമിക്ക വാഹനങ്ങളും വീഞ്ച് വരാറില്ല. ഇത് കമ്പനി ഇൻബിൽഡ് ആയിട്ട് 3500 kg, അതായത് 3.5 ടൺ വലിച്ചോണ്ട് ശരി. അതുപോലെ തന്നെ അതിൻ്റെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒന്ന് ഭയങ്കര സംഭവം. അങ്ങനെയൊന്നുമില്ല. അതും രസകരമായ കഥയാണ്. അതൊക്കെ ബ്രിട്ടീഷുകാരെ കൊണ്ടേ പറ്റുള്ളൂ. അതായത് ഇദ്ദേഹം ഈ വാഹനം നിർമ്മിക്കാൻ വേണ്ടി, അതായത് ജിം റാഡ്ക്ലിഫ് ഈ വാഹനം നിർമ്മിക്കാൻ വേണ്ടിയൊക്കെയുള്ള ആലോചനകളുമായിട്ട് എന്നും വൈകുന്നേരം പോയി 2 ബീറൊക്കെ അടിക്കുന്ന ഒരു പബ് ഉണ്ടായിരുന്നു. ഗ്രനേഡിയർ എന്നായിരുന്നു ആ പബ്ബിൻ്റെ പേര് UK. അതിൻ്റെ പേരാണ് ഇട്ടിരിക്കുന്നത്. അതൊക്കെ രസകരമായ ഒരു ചരിത്രമായിട്ട്. 2 അടിച്ചിരിക്കുന്ന സമയത്ത് അപ്പോഴാണ് പുള്ളിക്ക് തോന്നുന്നത് എന്തുകൊണ്ട് നമുക്കിത് ചെയ്തുകൂടാ എന്നുള്ളത്. അതുകൊണ്ടാണ് ആ പമ്പിന്ന് അവിടെ ഉണ്ടാകുന്ന ഒരു ടിഷ്യൂ പേപ്പറിനകത്ത് ഉണ്ടായിട്ടൊരു കാൽക്കുലേഷനാണ് ഇനിയോസ് ഗ്രനേഡിയർ വാഹനം. അതാണ് അത് അടിക്കുന്ന മോശമല്ല എന്നുള്ളതാണ് അതിന്റെ ഒരു ഗുണപാഠമായിട്ട് പറയേണ്ടതല്ലേ. എന്തായാലും നമുക്കൊന്ന് അടുത്ത് കാണാം അല്ലേ? ഈ പറഞ്ഞ LED ലൈറ്റ്, അതിലൊരു നല്ലൊരു റിങ് കൊടുത്തിരിക്കുന്നു.
അത് രസകരമായിട്ടുണ്ട്. ഇതപ്പോൾ ഹെഡ്ലൈറ്റ് ഫോഗ് ലാമ്പായിട്ടാണ്? അല്ല, ഹെഡ്ലൈറ്റ് തന്നെയാണ്. അത് നമ്മൾ രാത്രി കാലങ്ങളിൽ നമ്മൾ ഫോറസ്റ്റിലൊക്കെ പോകുമ്പോൾ അതിന് അഡീഷണൽ സ്വിച്ച് ഉണ്ട്, ഹൈ ബീം ആയിട്ട്. ശരി, അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതൊരു പുതുമയാന്ന് തോന്നുന്നു അല്ലേ? അതങ്ങനെ പൊതുവെ കാണാറില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നിർമ്മാണ നിലവാരം അല്ലേ, ഒരു കോംപ്രമൈസും ഇല്ല, വെയിറ്റ് അപാര വെയിറ്റ് ആണ്. അത് മാത്രമല്ല, ഇതിന്റെ ട്രെയിലർ കാര്യങ്ങൾ കംപ്ലീറ്റ് വെച്ച് കഴിഞ്ഞാൽ 7100 കിലോയോളം ഭാരം ഇതിന് ഈ വണ്ടിക്ക് മൊത്തത്തിൽ വരും. ഇതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രംബോ ബ്രേക്ക്. അല്ലെങ്കിൽ സഡൻ ഇവർ പെട്ടെന്ന് പിടിച്ചാൽ നിൽക്കില്ല, അത്രയും വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രേക്കിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മൾ ശരിക്കും ഈ ഒരു ഇത്തരത്തിലുള്ള ഓഫ് റോഡ് SUVകൾക്ക് ചേരുന്ന രീതിയിലുള്ള വലിയ ബോണറ്റ്, അതുപോലെ തന്നെ ഇവിടെ ഗ്രനേഡിയർ എന്നുള്ള ബാഡ്ജിങ് അവിടെ കൊടുത്തിരിക്കുന്നു. അത് എയർ ഇൻടേക്ക് അല്ല, പക്ഷേ പവേർഡ് ബൈ BMW എന്നും കൂടി അത് എഴുതിയിട്ടുണ്ട് കേട്ടോ. പവേർഡ് ബൈ BMW എന്നുള്ളത് ഇവിടെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. BMW അതൊക്കെ സമ്മതിച്ചല്ലോ അല്ലേ? അങ്ങനെയൊക്കെ ഉള്ളത് ഇവർ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങൽ അത് രസമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ പോലെ ഫ്രണ്ടിൽ മുൻഭാഗം കാണുമ്പോൾ ഡിഫൻഡറിന്റെ രൂപം അല്ല, ഇതൊരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള രൂപം തന്നെയാണ്. സൈഡ് വ്യൂവിലാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു സാമ്യം കൂടുതൽ പറയാമെന്ന് തോന്നുന്നു. 17 ഇഞ്ചാണ് ടയേഴ്സ്, പക്ഷേ 20 ഇഞ്ചും ഓപ്ഷണലായിട്ടുണ്ട്. ഇവിടെയൊക്കെ വലിയ ക്ലാഡിങ് കൊടുത്തിരിക്കുന്നു. അതുപോലെ വീൽ ട്രാവലൊക്കെ കണ്ടല്ലോ, ഇത്രയുണ്ട്. അതുകൊണ്ട് തന്നെ ഓഫ് റോഡ് എബിലിറ്റീസ് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇനിയോസ്, അതാണ് പേരൻറ്റ് കമ്പനിയുടെ ബാഡ്ജിങ്. ഇവിടെ സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. ഞാൻ ആദ്യം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ്. പിന്നെയാണ് മണി പറഞ്ഞു തന്നത് ഇത് ശരിക്കും ടെൻറ്റ്, നമുക്ക് ഇതിൻ്റെ മുകളിൽ ടെൻറ്റ് അടിക്കുകയാണെങ്കിൽ അതിൻ്റെ ക്ലിപ്പുകളൊക്കെയാണ് ഇതിൽ വരുന്നത് അല്ലേ? അത് നമ്മൾ ഓപ്ഷണലായിട്ട് വാങ്ങിക്കേണ്ടതാണോ അതോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് വയ്ക്കാം? ശരി. അതുപോലെ തന്നെയാണ് ഇതും ഒക്കെ അതിൻ്റെ ക്ലിപ്പുകളല്ലേ? അതെ. ഇതിൽ ഏറ്റവും ചീപ്പായിട്ടുള്ളൊരു സാധനം ഇതാണ്. ഇത് ഏറ്റവും ക്വാളിറ്റി കുറവാണ് പ്രൈസിന്. കാരണം ഇത് ഓഫ് റോഡ് പോകുമ്പോൾ സാധാരണ പൊട്ടിപ്പോകും. അപ്പൊ അത് പുതിയത് മേടിച്ചു, അല്ലെങ്കിൽ ഒരു ഓഫ് റോഡർ അല്ല. അത് ശരി. അതങ്ങനെ നല്ല ക്വാളിറ്റി കാര്യമില്ല, കോസ്റ്റ്ലി. ഇത് എപ്പോഴും പൊട്ടിപ്പോകുന്നൊരു സാധനം. അതുപോലെയാണ് ഇതാ ഡോർ ഹാൻഡിൽ എന്നൊക്കെ പറയുന്നതും ഈ പറഞ്ഞ ഓഫ് റോഡ് വാഹനങ്ങളുടെ രീതിയിൽ ഇതൊക്കെ മൊത്തം ഇളക്കിക്കൊണ്ട് പോകാമല്ലോ അല്ലേ? അതെ, എല്ലാം ഇളക്കിക്കൊണ്ട് പോകാം. നട്ടും ബോൾട്ടിലുമാണ്, എല്ലാം ഇളക്കിക്കൊണ്ട് പോകാം. പിന്നെ ഈ പറഞ്ഞാൽ നല്ല ഹൈറ്റുള്ള വാഹനമായതുകൊണ്ട് ഇവിടെ ഫുഡ് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഗ്രനേഡിയർ എന്നുള്ള ബാഡ്ജിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. സൈഡ് പ്രൊഫൈലിൽ കൃത്യമായും നമുക്കൊരു ഡിഫൻഡറിൻ്റെ രൂപമുണ്ടെന്നുള്ള സംശയമില്ല. അതൊട്ടും മോശം കാര്യമല്ലാത്തതുകൊണ്ട് നമുക്കത് അംഗീകരിച്ചേ പറ്റൂ. പിന്നെ മേൽഭാഗത്ത് കാണുന്നത് സൺറൂഫ്, അതിനെ സഫാരി വിൻഡോ എന്നാണ് വിളിക്കുന്നത്. ഇപ്പം മണി പറഞ്ഞപ്പോഴാണ് മനസ്സിലാക്കിയത്. അതായത് നമ്മൾ മൃഗങ്ങളെ കാണാൻ വേണ്ടി സഫാരി പോകുമ്പോൾ, കാട്ടിലൊക്കെ സഫാരി പോകുമ്പോൾ പെട്ടെന്ന് സിംഹം വരുന്നു എന്ന് പറയുമ്പോൾ തലവെക്കി നോക്കാൻ പറ്റുന്ന സാധനം പഴയ ഡിഫൻഡറിൽ ഇവിടെയായിരുന്നു അല്ലേ? അത് മാത്രമല്ല, ഇതിലൊരു വേറെ പ്രത്യേകത ഉള്ളത്, വിത്തിൻ 2 മിനിറ്റിനകത്ത് നിങ്ങൾക്കത് ഊരിയെടുത്ത് വണ്ടിക്കകത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് അതിനകത്ത് സ്റ്റാൻഡ് ചെയ്ത്, അതായത് ഫോട്ടോ എടുക്കാനും മറ്റുള്ള കാര്യങ്ങൾ. പഴയതിന് ഇവിടെയായിരുന്നു സഫാരി വിൻഡോ. ഇതിൽ കൊടുത്തിട്ടുള്ള വേറൊരു കാര്യം, ഇതിലൊരു പവർ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. കാരണം ഇനി ക്യാമ്പിംഗ് ഒക്കെ പോകുമ്പോൾ ഇവിടെ ലൈറ്റ് കണക്ട് ചെയ്തിട്ട് അതും ചെയ്യാൻ പറ്റും. അത് അകത്തുണ്ടല്ലേ? അതെ. ശരി. അപ്പോൾ എന്തായാലും ഇതാണ് കൂടുതൽ സൗകര്യപ്രദമായ ഒരു സഫാരി വിൻഡോ അല്ലേ? കൂടുതൽ നന്നായിട്ട് കാണാൻ പറ്റുന്നത്. വേറെ സൺറൂഫ് ഇല്ലല്ലോ? ഇല്ല. അതാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഇവിടേക്ക് വരുമ്പോഴേക്കാണെങ്കിലും വലിയ ഗ്ലാസ് ഏരിയയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ നല്ല വിസിബിലിറ്റി തരും. ഇത് 7 സീറ്റർ ഒന്നും അല്ല, പക്ഷേ ഇവിടെയും വളരെ വിശാലമായ ഒരു വിൻഡോ ആണ് പിൻഭാഗത്ത് കാണുന്നത്. ഇതാ ബിൽറ്റ് ഇൻ ഹാംബഷ് എന്ന് എഴുതിയിട്ടുണ്ട്. ഹാംബഷ് എന്ന് പറയുന്ന അവിടുത്തെ മെർസിഡസിൻ്റെ ഫാക്ടറിയാണ് ഇവർ വാങ്ങിച്ചത്. അത് ഫ്രാൻസ് ഉള്ള ഫാക്ടറിയാണ്, അതാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ ഇതിൻ്റെ ഒരു പെഡിഗ്രി എന്ന് പറയുന്നത് യൂറോപ്യനാണെന്ന് എല്ലായിടത്തും എഴുതി വെച്ച് തെളിയിച്ചിട്ടുണ്ട്. അല്ലാതെ വേറെ കോപ്പിയടി അല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ആ ക്ലാഡിങ് വളരെ ബോൾഡായിട്ട് അതിങ്ങനെ തുടരുന്നുണ്ട്. എനിക്ക് തോന്നുന്ന പിൻഭാഗമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എനിക്ക് ഈ പിൻഭാഗത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാഹനം ക്ലബ്മാൻ്റെ പ്രത്യേകത ഇങ്ങനെ തുറക്കുന്ന ഡോറല്ല. അപ്പം ഞാനത് പണ്ട് നമ്മളത് ടെസ്റ്റ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു, ഇങ്ങനെ നമ്മൾ പഴയ തറവാട്ടിലൊക്കെ ഉണ്ടല്ലോ ദീപം എന്ന് പറഞ്ഞൊരു പെങ്കൊച്ച് വന്നിട്ടാണ് ക്ലബ്മാൻ്റെ കാര്യം. ഇത് ഏതാണ്ട് അതുപോലെ നമുക്ക് തുറന്ന് കാണാം. എന്നാലും ഒരു ബോക്സി രൂപമാണെങ്കിലും ഒരു പ്രത്യേകതയുണ്ട്, കാണാനൊക്കെ രസമുണ്ട്. പിന്നെ ഫുൾ സൈസ് സ്പെയർ ടയറാണ്. ഇതിനകത്ത് സ്റ്റോറേജ് ഉണ്ട്. ഈ മോഡലിനല്ല, ഇത് അതൊക്കെ കസ്റ്റമൈഡ് ആണ്. നിങ്ങൾക്ക് ഇതിനകത്ത് സ്റ്റോറേജ് ഉണ്ട്, പിന്നെ കുക്ക് ചെയ്യാനുള്ള സാധനം. ഇതിന് ഒരുപാട് അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ട്. എന്തും നമുക്ക് ആഡ് ഓൺ ചെയ്യാം. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അതിപ്പോ ഒരു ട്രിപ്പ് പോവാണ്, നിങ്ങൾക്ക് ബാക്കിൽ കിച്ചൺ സെറ്റ് ചെയ്യണം, നമുക്ക് അതിനുള്ള സാധനം കിട്ടും. എല്ലാ സാധനവും ഉണ്ട്. പക്ഷെ ഇറ്റ്സ് ഹൈലി ക്വാളിറ്റി ആണ്, അതിന്റെ കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഡിഫൻഡറിന്റെ കാര്യത്തിലും പുതിയ ഡിഫൻഡറിലൊക്കെ എന്തൊക്കെ ആഡ് ചെയ്താലും ഭയങ്കര പൈസയാണ് വാങ്ങിക്കുന്നത് അല്ലേ? പിന്നെ ഈ ലൈറ്റുകൾ ഇതൊക്കെ എപ്പോഴും പൊട്ടാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ലെഫ്റ്റും റൈറ്റും ഒക്കെ ഒരേ സെയിം സാധനം തന്നെ. അത് ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ് ആയാലും ശരി ഒക്കെ ഈക്വൽ ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആണ്. പിന്നെ ഈ പറഞ്ഞ ഡോറാണ് രസകരമായ രീതിയിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന സംഭവം. ഇതും തുറക്കാമല്ലോ അല്ലേ? തുറക്കാം ഇതിനകത്ത്.
വാവ്, ഇത്രയും സ്പേസ് ഉണ്ട് കേട്ടോ അല്ലേ? ഇന്റീരിയറിൽ നല്ല സ്പേസ്, അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഇതിനകത്താണ് ഞാൻ പറഞ്ഞത് ഈ സാധനം നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ കിച്ചൺ സ്റ്റൗ കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് യൂസ് ചെയ്യാം. അത് ശരി, അതിനുള്ള ഇതാണ് ഇത്. അതെ അതെ. അതെന്താണ് അവിടെ ഈ കാണുന്ന ഈ അയച്ചു വെക്കുന്ന ഗ്ലാസ് നമുക്ക് സേഫ് പൊട്ടാതെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള അത് ശരി. അതായത് സൺറൂഫിന്റെ ആ ഗ്ലാസ് അടിപൊളി, അത് കൊള്ളാം. തന്നെ നല്ല സ്പേസ് ഉണ്ടല്ലേ, എത്ര സാധനം വേണമെങ്കിലും കയറ്റാം. അതെ, പിന്നെ അത് ഫോൾഡ് ചെയ്യുകയും ചെയ്യാം. അതിന് 60-70-30 പോലെ ഫോൾഡ് ചെയ്യാം, അതും പറ്റും. പിന്നെ ഇന്റീരിയർ കണ്ടില്ലേ, അത് നമ്മൾ ശരിക്കും കാണുമെങ്കിൽ പോലെ ആ ഒരു ക്വാളിറ്റി ഭയങ്കര ഗംഭീരമായിട്ടുണ്ട്. ഫൈബർ ടൈപ്പ് വളരെ വാഷബിൾ ആണ്. പിന്നെ ഇവിടെ ചാർജിങ് ഔട്ട്ലെറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഫ്രിഡ്ജോ പോലുള്ള സാധനങ്ങളൊക്കെ വേണമെങ്കിൽ അതിൽ കണക്ട് ചെയ്യാം. അതൊക്കെ രസമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മറ്റ് സ്പേസ് പോയിട്ടില്ല, കാരണം സ്പെയർ ടയർ പിന്നിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് മറ്റ് സ്പേസ് ഒന്നും പോയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ അടച്ചു കഴിയുമ്പോൾ ഇതൊരു കുഞ്ഞു സാധനമാണ് പിന്നെ ഇവിടെ ഉള്ളത്. ഇതിന് മേലെ 100 അലുമിനിയാണ്. ഇതിന് മേലെ നമുക്കൊരു മോർ ദാൻ 100 കിലോ വെയിറ്റ് ഉള്ള ഒരാൾക്ക് ഇതിനെ കയറി പോകും. ശരി. അത് മാത്രമല്ല ഇതിന്റെ മേലെ 400 kg വരെ വെക്കാം. ഇതപ്പോൾ ഇത് ഓപ്ഷനിലാണോ അതോ ഇതിന്റെ കൂടെ? എല്ലാവരും ഇതിന്റെ കൂടെ വരും. നിർബന്ധമുള്ള ഒരു സാധനം ആയതുകൊണ്ട് അതിന്റെ കൂടെ ഒരു ബേസ്. അതുപോലെ താഴെയൊക്കെയാണെങ്കിലും സ്കിഡ് പ്ലേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഒന്നുമില്ല, നമ്മൾ ഓഫ് റോഡൊക്കെ പോയാലും വരാത്ത രീതിയിൽ സ്കിഡ് പ്ലേറ്റും എല്ലാം കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഒരു സംഭവം തന്നെയാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ പഴയ ഡിഫൻഡർ വാങ്ങിക്കാനൊന്നും എന്തായാലും ഇനി സാധ്യതയില്ല, കാരണം പഴയതാണ് കിട്ടാൻ പോകുന്നത്. മാത്രമല്ല അതിലാണെങ്കിൽ പഴയ ഫീച്ചേഴ്സ് മാത്രമേ ഉള്ളൂ, പുതിയൊന്നുമില്ല. ഇത് ആ ഒരു റെട്രോ ഫീൽഡിൽ ഗംഭീരമായ ഫീച്ചേഴ്സുള്ള ഒരു വളരെ ആധുനികമായ വാഹനം എന്നാണ് പറയുന്നത്. ഇപ്പം ഏറ്റവും പുതിയ ലാൻഡ് ക്രൂയിസർ വന്നപ്പോഴും അവരും ആ പഴയ മോഡലും കൂടി അത് ആൾക്കാർക്ക് ഭയങ്കര നൊസ്റ്റാൾജിയാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട സംഭവം അല്ലേ? പിന്നെ തീർച്ചയായും ഈ വാഹനം ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ ബുള്ളറ്റ് പോലെ ആയിരിക്കും. കാരണം മേടിച്ചു കഴിഞ്ഞാൽ ഒരു വണ്ടി വാഹനം ചേഞ്ച് ചെയ്യുന്നുള്ളൊരു ചിന്താഗതി ഉണ്ടാവില്ല. അത് അവരുടെ ഒരു സെക്കൻഡ് വണ്ടി ഉണ്ടായിരിക്കും. കാരണം ആ രീതിയിലാണ് ഇതിനെ ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിവിടെ ഇപ്പോൾ പെട്രോളാണ്. ഇവിടെ പിന്നെ പെട്രോളിന് ക്ഷാമമില്ലാത്തതുകൊണ്ട് പെട്രോൾ ആണെങ്കിൽ ഇത് ഡീസൽ എഞ്ചിനും ഉണ്ട്. പക്ഷേ അത് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ഇനി എങ്ങാനും ഇന്ത്യ വന്നാൽ നമുക്ക് ഡീസൽ എഞ്ചിൻ വാങ്ങിക്കാൻ പറ്റും. ഇനി ബ്ലാക്കും അത് അതിഗംഭീരമായ ഒരു സംഭവമാണ്. തന്നെയല്ല ഇതിലങ്ങനെ ഈ എന്താ പറയുക ക്രോം പാർട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഫുൾ ബ്ലാക്കിൻ്റെ ഒരു ഭംഗി തീർച്ചയായിട്ടും ഉണ്ട്. ഫ്രണ്ടിൽ ആകപ്പാടെ കാണുന്ന 1-2 ചെറിയ അലൂമിനിയം ഫിനിഷുള്ള ഭാഗങ്ങളല്ലാതെ ഒരു തരത്തിലുള്ള ക്രോം ഫിനിഷും ഇല്ല. ഇതും വളരെ ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ എക്സ്റ്റീരിയറിൽ ഉള്ള കളേഴ്സ് എത്ര എണ്ണം ഉണ്ട്? ഇപ്പോൾ നമുക്ക് 8 കളറോളം വരുന്നുണ്ട്. പിന്നെ ആളുകൾ കസ്റ്റമൈഡ് ചെയ്യുന്നുണ്ട്. ബോണറ്റിന് സെപ്പറേറ്റ് കളർ, എന്തും ചെയ്യാം ഈ വാഹനത്തിൽ. നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ബിൽഡ് ചെയ്യിക്കാം. ഇത് ഓൺ ബിൽഡ് പർപ്പസിന് കണ്ടില്ലേ, അതിൽ എഴുതി വെച്ചു. എഴുതിയിട്ടുണ്ടല്ലേ? അതെ അതെ. അതെവിടെയായിരുന്നു? ഇതിന് മേലെ എഴുതിയിട്ടുണ്ട്. യെസ്, ഇവിടെ ഒരു ബിൽഡ് ഓൺ പർപ്പസ് ബിൽഡ് ഓൺ പർപ്പസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഗ്രനേഡിയ എന്നുള്ളത് എങ്ങനെ കസ്റ്റമൈസ് ചെയ്യാന്നുള്ളതിൻ്റെ സംഭവങ്ങളൊക്കെയാണ്. അത് മാത്രമല്ല ഡിഫ്ലോക്ക് ഉള്ള ഡിഫറൻസ് ഉണ്ട്, റിയർ ഡിഫ്ലോക്കിൽ ഡിഫറൻസ്, ഏതും നമുക്ക് ആഡ് ഓൺ ചെയ്യാം. നമ്മുടെ സൗകര്യാർത്ഥം നമുക്ക് എന്തും ചെയ്യാം. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കേസ്. പിന്നെ ലോകയാത്രയ്ക്ക് പറ്റിയിട്ടുള്ളൊരു വാഹനം. അതെ, അതാണത്. ഓൾ ടെറൈൻ ടയേഴ്സ് ആണ്. അടിപൊളി. അതെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത്ര നേരം പറഞ്ഞ സ്ഥലത്ത് നിന്ന് വണ്ടി ഒന്ന് മാറ്റിയിട്ടു, കാരണം അവിടെയൊക്കെ കനത്ത വെയിൽ വന്നു. വെയിലല്ല, ചൂടില്ല അല്ലേ? ഇപ്പോൾ ഇവിടെ 23 ഡിഗ്രിയൊക്കെയാണ് മാക്സിമം. തണുപ്പുണ്ട്. തണുപ്പുണ്ട്, പക്ഷേ ഇവിടെയൊക്കെ മൊത്തത്തിൽ അങ്ങനെ വെയിൽ കത്തി കയറണം, നമ്മളത് മാറ്റിയിട്ടാണ്. അപ്പം ഇതൊക്കെയാണ് ഏകദേശം എക്സ്റ്റീരിയറിൻ്റെ വിശേഷങ്ങൾ പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയാണ് അല്ലേ? അതെ, ഇറ്റ്സ് വെരി സ്ട്രോങ്. ചേസ് ഉൾപ്പെടെ നമുക്ക് എന്താ പറയുക 12 വർഷമാണ് വാറണ്ടി. ശരി, അത്രയും സ്ട്രോങ് ആണ് ചേസ്. അതായത് ഓഫ് റോഡ് ആയതുകൊണ്ടാണ് അത് അത്രയും ഒരു ഡോറൊക്കെ എന്തോ ഓരോ ഡോറും 100 kg. അത് തൂക്കി വിറ്റാൽ പോലും ജീവിക്കാൻ പറ്റുമല്ലോ, ഇരുമ്പ് അത്രയ്ക്ക് സ്ട്രോങ് ആണ്. അത് നമ്മൾ ഇതിനകത്ത് ഇരിക്കുമ്പോഴേ മനസ്സിലായി. നമ്മളിപ്പോൾ വന്നത് അത്യാവശ്യം ഓഫ് റോഡ് ഓടിച്ചൊക്കെയാണ് വന്നത്. അപ്പോൾ ആനക്കം പോലും ഇല്ല. അത് സസ്പെൻഷനൊക്കെ എന്താ കിഡിലൻ സസ്പെൻഷൻ അല്ലേ? ഇൻഡിപെൻഡന്റ് സസ്പെൻഷൻ ആണ് അല്ലേ? അപ്പോൾ ഈ വെയിറ്റും കൂടെ ഉള്ളതുകൊണ്ട്, പ്രത്യേകിച്ച് 4-wheel ഡ്രൈവിൻ്റെ മെക്കാനിക്സിൻ്റെ മീറ്റും എല്ലാം കൂടെ ഗംഭീര വെയിറ്റ് ഉള്ളൊരു വാഹനമാണ്. പക്ഷേ ഇതിനേക്കാളൊക്കെ രസം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻറ്റീരിയറാണ്. നമുക്ക് ഇൻറ്റീരിയർ ഒന്ന് കാണാം അല്ലേ? തീർച്ചയായും. അപ്പോൾ ബിജോ ബാക്ക് സീറ്റ് കയറിക്കോ, ഞങ്ങൾ ഫ്രണ്ട് ഇരുന്നൊന്ന് കാണിക്കാം. ഓക്കെ. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വാഹനങ്ങളെല്ലാം തന്നെ സ്വിച്ചുകളൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി. ഇപ്പം ഏറ്റവും പുതിയ ബെൻസിൻ്റെ ഒക്കെ എസ് ക്ലാസ് ഒക്കെ നോക്കി കാണാം, ഫുൾ സ്ക്രീനാണ്. പക്ഷേ
ഈ വാഹനത്തിന്റെ കാര്യത്തിൽ പഴമയിലേക്ക് ഒരു തിരിച്ചുപോക്കെന്ന പറയണ്ട അല്ലേ? അതെ സ്വിച്ചുകളാണ് മൊത്തം. അതായത് താഴെ മാത്രം തലയ്ക്ക് മീതെ ശൂന്യാകാശം എന്ന് പറഞ്ഞാൽ അവിടെയുണ്ട് ഇഷ്ടം പോലെ സ്വിച്ച്. അത് തന്നെയാണ് ഈ വാഹനത്തിന്റെ രസകരമായ ഒരു കാര്യം എനിക്ക് തോന്നുന്നത്. എനിക്ക് ഇന്നലെ തുറന്ന് ആദ്യം കണ്ടപ്പോൾ ഇതാ ഞാൻ ശ്രദ്ധിച്ചത്. ശരിക്കും കോക്പിറ്റ് ഫീലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ AC വെന്റൊക്കെ വളരെ ഉയർത്തി കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു സാമാന്യം വലിയൊരു ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം കൊടുത്തിരിക്കുന്നു. പിന്നെ ഫുൾ സ്വിച്ചുകളും വലിയ തകർപ്പൻ കൺസോളും എല്ലാം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് മണിയോട് ചോദിച്ച് മനസ്സിലാക്കാം. എന്തൊക്കെയാണ് മണി ഇവിടെ കുറേ സ്വിച്ചുകൾ? ഇത് AC കൺട്രോളിന്റെ സ്വിച്ചുകളാണ്. അത് ഫ്രണ്ടിന്റെ ഇത് മൊത്തം AC ആൻഡ് ഓഡിയോ സിസ്റ്റം. അപ്പൊ ഹീറ്റിംഗ് മാത്രമേ ഉള്ളൂ, കൂളിംഗ് ടൈപ്പ് ഇല്ല, ഓൺലി ഹീറ്റിംഗ്. പിന്നെ ബാക്കിയുള്ള ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. ഇതിൽ മെയിൻ ആയിട്ടുള്ളത് ഓഫ് റോഡ് ഹിൽസ്. ഇത് വെൻഡിങ്, ഇത് വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഈ 2 സ്വിച്ചും കൂടി ഹോൾഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ സെൻസേഴ്സും ഫാനും എല്ലാം കൺട്രോൾഡ് ആവും. അതായത് നിങ്ങൾക്ക് ഏകദേശം ബോണറ്റ് കംപ്ലീറ്റ് മുങ്ങുന്ന രീതിയിൽ വണ്ടിയായിട്ട് മുന്നോട്ട് പോകാം. എല്ലാ സെൻസേഴ്സും കട്ടും. ഇത് 15 കിലോമീറ്റർ വരെ നിങ്ങൾക്ക് സ്ലോയില് വണ്ടി വെള്ളത്തിൽ കൂടെ ഓടിച്ചിട്ട് പോകും. ദർ ഇസ് നോ ടെൻഷൻ. പിന്നെ ഇത് AC, അതായത് ഡൗൺ ഹില്ല്. ഇത് അതേപോലെ തന്നെ ലൈറ്റ് കൺട്രോളർ. ഇതാണ് നമ്മൾ OX ലൈറ്റ് ചെയ്യാൻ പറഞ്ഞില്ല, അഡീഷണൽ ലൈറ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഇടാം. ഇത് പിന്നെ നമ്മുടെ അകത്തുള്ള റീഡിംഗ് ലൈറ്റും മറ്റുള്ള കാര്യങ്ങൾ. ഇത് ഓക്സിലറി ബാറ്ററി, അതായത് നമുക്ക് അഡീഷണൽ ഒരു ബാറ്ററി ഉണ്ടാവും ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോൾ. അതിലേക്ക് വേണ്ട ആംബിയൻസ് ഏതൊക്കെയാണ് വേണമെന്ന് നിങ്ങൾക്ക് ആംബിയർ വെച്ചിട്ട് കണക്ട് ചെയ്യാം. പറഞ്ഞാൽ ഇതിൽ നമ്മുടെ സാധാരണ വാഹനം കാണുന്ന ഈവൻ ഇന്റീരിയർ ലൈറ്റിന്റെ പോലെ സ്വിച്ച് സ്പെഷ്യൽ ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ് എന്റെ ഒരു സംഭവം അല്ലേ? ഇനി ഇതിൽ അഡീഷണൽ വേറെ വരുന്ന ആഡ് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഡിഫ്രഷൻ ലോക്കിംഗ്, റിയർ ഡിഫ്രഷൻ ലോക്കിംഗ് അത് സെപ്പറേറ്റ് വരും. അതിന്റെ വേണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ഓൺ ചെയ്യാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ സ്വിച്ചാണ്. വളരെ രസകരമായിട്ട്. അത് മാത്രമല്ല, ഇനിയിപ്പോ വാഹനത്തിന്റെ ബാറ്ററി തീരുന്നുള്ള ഭയം വേണ്ട. ഓൾറെഡി നമുക്ക് അഡീഷണൽ ഓക്സിലറി ബാറ്ററി കൊടുക്കാൻ പറ്റും. ഇതിലേക്ക് വീണ്ടും പോവുകയാണെങ്കിൽ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ക്ലൈമറ്റ് കൺട്രോളിന്റെ റീസർക്കുലേഷൻ, AC-യുടെ സ്വിച്ച്, പാർക്ക് അസിസ്റ്റ്, പിന്നെ സീറ്റ് ഹീറ്റിങ്ങിൻ്റെത്, പിന്നെ മറ്റേ സോൺ കൺട്രോളുകൾ, ഹസാർഡ് ലൈറ്റ് ഒക്കെ കൊടുത്തിരിക്കുന്നത് ഭയങ്കര സംഭവം. ഇത് ഓഡിയോ മ്യൂട്ട്. ഓഡിയോ എങ്ങനെയുണ്ട്? ഓഡിയോ അത്യാവശ്യം, അതായത് വലിയ ഇതുള്ള ഒരു ഓഫ് റോഡിന്റെ ഒരു ബേസിക് ഉള്ള കാര്യം. ഇപ്പൊ ഇതിലെന്തൊക്കെയാണ് നമ്മുടെ ഈ സ്ക്രീനിൽ നമുക്ക് ഉള്ള സംഭവങ്ങൾ? നമുക്ക് ആൾട്ടിറ്റ്യൂഡ് നമുക്ക് ഇതിന്ന് റൈസ് ചെയ്യാം, അത് എത്ര ഹൈറ്റ് പോകുന്നുണ്ട്, അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളും. പിന്നെ അത് മാത്രമല്ല, ഇത് ടയർ പ്രഷേഴ്സ് നമുക്ക് ഇതിൽ തന്നെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ പാത്ത് നമുക്ക് റെക്കോർഡ് ചെയ്യാം, ഇനി സാറ്റലൈറ്റ് വഴി അത് വെച്ച് കണക്ട് ചെയ്യിക്കാം. പിന്നെ വരുന്നത് ഇത് നമ്മൾ ട്രാക്ക് റെക്കോർഡിങ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഏത് വഴിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇത് ചാർജിങ്, ബാറ്ററിയുടെ 2 ടൈപ്പ് ബാറ്ററി ഉണ്ടാവും, 2 ബാറ്ററി ഉണ്ടാവും. ഇതിപ്പോ ഒരെണ്ണം ഉള്ളൂ, ഒരെണ്ണം കൂടി ആഡ് ഓൺ ചെയ്യാം. ഇതൊക്കെ നിങ്ങൾ ഓപ്ഷണലാണ് വയ്ക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതിൽ കാർപ്ലേ ഉണ്ട്, ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ആപ്ലേ എല്ലാം ഉണ്ട്. പിന്നെ ഓഡിയോ സിസ്റ്റം, റേഡിയോ ആൻഡ് സാധാരണ നോർമൽ ലെവലുള്ള ഫീച്ചേഴ്സ്. ഇത് കോമ്പസ് ഉണ്ട്. അതിന് നടക്ക് ഡിജിറ്റലി കൊടുത്തിരിക്കുന്നത് ആൾട്ടിറ്റ്യൂഡൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെ തരക്കേടില്ലാത്ത ഒരു സിസ്റ്റം ആണ് അതിൽ കൊടുത്തിരിക്കുന്നത് പറയാം. അതും നല്ല ഹൈറ്റുള്ള വാഹനമായതുകൊണ്ട് വിസിബിലിറ്റിക്ക് ഒട്ടും തടസ്സം വരാത്ത രീതിയിലാണ്. അത് മാത്രമല്ല, ഇതിന് വേറെ പ്രത്യേകത സാധാരണ ഇൻസ്ട്രുമെന്റ് പ്ലാനിലൊക്കെ ഇവിടെയാണ് വരിക. ഇത് നേരെ വരുന്നത് ഇതിലാണ്, ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും വേണ്ടിയിട്ട്. അത്യാവശ്യമുള്ള ലൈറ്റിന്റെ ഡിമിൻ ലൈറ്റ് സിഗ്നൽസ് മാത്രമേ ഉള്ളൂ, കാരണം അത്രയും കാണാൻ വേണ്ടിയിട്ടുള്ള കുഞ്ഞ് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. അത് രസമുണ്ട്. സ്റ്റിയറിംഗ് വീലിൽ എന്തൊക്കെയാണ്? സ്റ്റിയറിംഗ് വീലിൽ ഇതിലൊരു വേറൊരു കാര്യം കൂടി പറയാം. സ്റ്റിയറിംഗ് വീൽ 2 ഹോണാണ്. ഇത് ഇനിയോസിന്റെ സൈക്കിൾസും അതുപോലെ നടന്നു പോകുന്ന ആൾക്കാരും ജസ്റ്റ് വിഷ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയൊരു 2 ബീപ്പ് മാത്രമേ ഉള്ളൂ. ഇത് സെപ്പറേറ്റ് വേറെ ഹോൺ. അതെ. പിന്നെ ഇതിൽ ക്രൂയിസ് കൺട്രോള്, ടെലിഫോൺ അറ്റൻഡിങ് കാര്യങ്ങളെല്ലാം കൂടിയിട്ട് ഇതിനകത്ത് ചാനൽ ചേഞ്ചിങ്, വോളിയം കൺട്രോൾ. സ്റ്റിയറിംഗ് വീൽ അഡ്ജസ്റ്റ്മെന്റ് മാനുവലി ആണ്. അതെ, മാനുവലി ആണ്. സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്യാം, നമുക്കത് താഴേക്കും മേലേക്കും കൊണ്ടുപോകാം, മേലേക്കും താഴേക്കും കൊണ്ടുപോകാം. പിന്നെ സീറ്റിലേക്ക് വരികയാണെങ്കിൽ സീറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ മാനുവലാണ്. കാരണം ഇത് ഓഫ് റോഡ് വാഹനം, അതുകൊണ്ട് അത്തരം സാധനങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് അല്ലെ, സാമാന്യം ഭേദപ്പെട്ട ഒരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചാർജിങ് പോയിന്റുകളൊക്കെ ഇഷ്ടംപോലെ അവിടെ കൊടുത്തിട്ടുണ്ട്. വയർലെസ് ചാർജിങ് ഇല്ല അല്ലേ? വയർലെസ് ചാർജിങ് ഇല്ല. പക്ഷേ സീറ്റ് നല്ല കംഫർട്ടബിൾ, നല്ല കുഷനിങ് ആണ്. നല്ല ഹെവി ഫീൽ നമുക്ക് കിട്ടുന്ന രീതിയിലാണ്. ഇവിടെയൊക്കെയാണെങ്കിലും ഹാൻഡ് ഗ്രിപ്പ് സാധനങ്ങളൊക്കെ അവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓഫ് റോഡിന് പോകുമ്പോൾ ഇവിടെ ഗ്ലോ ബോക്സ് ആണെങ്കിലും വലിയ കുഴപ്പമില്ലാത്തൊരു ഗ്ലോ ബോക്സ് കൊടുത്തിരിക്കുന്നു. AC വെൻറ്റുകൾ ഇവിടെ അതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മേൽഭാഗത്ത് നമ്മൾ കണ്ട പോലെ 2 സൺറൂഫ് അല്ലെങ്കിൽ സഫാരി വിൻഡോസ് എന്ന് പറയുന്ന സംഭവങ്ങളാണ് അവിടെ കാണുന്നത്. ഇതാണ് പറഞ്ഞത് 2 മിനിറ്റ് കൊണ്ട് ഊരിയെടുത്ത് ജസ്റ്റ് നമ്മൾ ഇതിൽ വരുന്നു.
സാധനം ഇങ്ങോട്ട് എടുക്കും. ഒത്തുള്ളൂ. ഇത്രേ ഉള്ളൂ. ഇത് എടുത്താൽ മതി. ഓ ഞാൻ ഊരിയെടുത്താൽ മതി. ഓ ശരി, അത് കൊള്ളാം കേട്ടോ. അത് കൊള്ളാം. അതൊക്കെ വളരെ രസകരമായ ഫീച്ചേഴ്സ് എന്നാണ് പറയേണ്ടത്. അങ്ങനെ എനിക്ക് ഒരു പോരായ്മ ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്ക്. അതായത് പോരായ്മ അല്ല, അത് സേഫ്റ്റിയാണ് സത്യത്തിൽ. ഈ സ്റ്റയറിംഗ് കംപ്ലീറ്റ് ഫുൾ ഓടിച്ചു കഴിഞ്ഞാൽ തിരിച്ച് പെട്ടെന്ന് വരില്ല, നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ എടുക്കണം. കാരണം അതിന്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ കല്ലിന്റെ മേലൊക്കെ കയറുമ്പോൾ, പാറക്കഷ്ണത്തിന് മേലെ കയറുമ്പോൾ ഓട്ടോമാറ്റിക് സ്റ്റയറിംഗ് തിരിച്ചടിക്കുമ്പോൾ റിസ്റ്റ് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അതാണ് അത് ആ രീതിയിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ആ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യും. ഇപ്പൊ അത് ഞങ്ങൾ കുറയ്ക്കാൻ കസ്റ്റമേഴ്സ് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ജി വാഗന്റെ ഡാമ്പിംഗ് സ്റ്റെയറിംഗ് ഡാമ്പർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സോഫ്റ്റ് ആവും. അത് സാധാരണ വേണ്ട ആളുകൾക്ക് മണികണ്ഠൻ പിന്നെ ഒരു ഇത്തരത്തിലുള്ള സർവീസ് സെന്റർ അല്ലാതെ എല്ലാ ബ്രാൻഡിന്റെ ഒരു സർവീസ് ഉള്ളതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേണമെങ്കിൽ ചെയ്തു തരാനും ബുദ്ധിമുട്ടില്ല. നമ്മളിപ്പം എവിടേക്കാണ് നമുക്ക് ഇതിന്റെ ഷോറൂം ഉള്ളത്? ഗ്രനേഡിയറിന്റെ റാസൽ ഖൈമ, ഷാർജ, ഫുജേറ. ഇവിടെയാണ് ജമന്റെക്ക് ചെയ്യുന്നത്. അബുദാബി, ദുബായ് വേറെ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ ബാക്കിലെ സീറ്റ് ഒന്ന് കാണട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 5 സീറ്റർ വാഹനമാണ്, 7 സീറ്റർ ഒന്നുമല്ല. അപ്പോൾ ഇൻറ്റീരിയറിൽ എത്രത്തോളം സ്പേസ് ഉണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതാ ഇവിടെയാണ് സുഖമായ ഒരു സീറ്റിംഗ് പൊസിഷനാണ്. നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റാണ്. പിന്നെ വളരെ താഴ്ന്ന വിൻഡോ ലൈനാണ്, നല്ല വിസിബിലിറ്റി അത് കാരണം കണ്ടില്ലേ, നല്ല ഇത്രയും താഴ്ന്ന വിൻഡോ ലൈനാണ്. പിന്നെ ഹെവിനെസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലായിടത്തും അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഇപ്പം യൂട്ടിലിറ്റി കാര്യങ്ങളൊക്കെ നോക്കിയാൽ AC വെൻറ്റുകൾ ബാക്കിലേക്കുണ്ട്. ഇവിടെ 2 ചാർജിങ് പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഹാൻഡ് റെസ്റ്റ് ഇല്ലല്ലേ? ഹാൻഡ് റെസ്റ്റ് ഇല്ല. പക്ഷേ 3 പേർക്ക് നീണ്ട സുഖമായിട്ടിരിക്കാവുന്ന അത്രയും സ്പേസ് ഉണ്ട്. ലെഗ് സ്പേസ് ഒട്ടും മോശമല്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ 3000 മില്ലിമീറ്ററോളം വീൽ ബേസ് ഉള്ള വാഹനമായതുകൊണ്ട് അത്രയും സ്പേസ് സുഖമായിട്ട് നമുക്ക് കാല് വെച്ചിരിക്കാൻ കിട്ടുന്നുണ്ട്. ഹൈറ്റ് അതും നല്ല ഗംഭീരമായ ഹൈറ്റ് ഉണ്ട്. ഇതെന്താണ് മണി? ഇതിൽ ഹുക്കാണ് നമ്മൾ സാധനങ്ങൾ തൂക്കിടാൻ വേണ്ടി. അതുപോലെ ഡോർ പൈഡ് ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? ഡോർ പൈഡിന്റെ ടോപ്പ് ഭാഗം ശ്രദ്ധിച്ചു നോക്കി, ഈ കൈ വെക്കുന്ന ഭാഗം നല്ല ആംബ്രസ്റ്റ് അല്ലേ? നല്ല വീതിയുള്ളൊരു ആംബ്രസ്റ്റ് ഉണ്ട് മേൽഭാഗത്ത്. പിന്നെ ഒരു ചെറിയ ബോട്ടിലൊക്കെ വെക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. പിന്നെ ഓഡിയോ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഇത്തരം വാഹനങ്ങളുടെ ഡോറൊക്കെ ഊരിയെടുത്ത് നമുക്ക് ഓഫ് റോഡിന് പോകാമെന്നുള്ളത് കൊണ്ട് അധികം കാര്യങ്ങളൊന്നും കൊടുക്കാറില്ല. അത് അതേപടി തന്നെ നിലനിർത്തിയിട്ടുണ്ട്. എന്തായാലും സ്പേസിൻ്റെ കാര്യത്തിലും ഹൈറ്റിൻ്റെ കാര്യത്തിലും മുൻഭാഗത്തെ സീറ്റിനോട് കിട പിടിക്കുന്ന സീറ്റാണ് ബാക്കിലെന്ന് പറയാം. പിന്നെ നമ്മൾ ബൂട്ട് സ്പേസ് കണ്ടു കഴിഞ്ഞാൽ എത്രത്തോളം ബൂട്ട് സ്പേസ് ഉണ്ടെന്നുള്ള കാര്യം അതും ഒട്ടും മോശമല്ല. അപ്പോൾ ഇനി നമുക്ക് പിന്നെ ഓടിച്ച് നോക്കുകയാണ്. അയ്യോ, നമ്മൾ വേറെ കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ ഈ ഗിയർ ലിവറിൻ്റെ കാര്യം പറയാൻ വിട്ടു. ഗിയർ ലിവർ അത് BMW ഗിയർ ലിവറാണ്. അതുപോലെ സൈഡിൽ കൊടുത്തിരിക്കുന്നത് മറ്റേ ലോക്ക് ഹൈ എന്നൊക്കെ എഴുതിയിരിക്കുന്നത് ഓഫ് റോഡ് സെലക്ടർ എന്ന് പറയാം അല്ലേ? അതാണ്. അത് സ്വിച്ചായിട്ടൊന്നും അല്ല കൊടുത്തിരിക്കുന്നത്, പഴയ രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഒരു റോട്ടറി സ്വിച്ച് പോലെ ഉണ്ടല്ലേ? അതായത് ഇത് നിങ്ങൾ 2 കാര്യങ്ങൾ. ഒന്ന്, ഇതിൽ നിങ്ങൾക്ക് ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് ടച്ച് ചിലപ്പോൾ നമുക്ക് കറക്റ്റായി ടച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്ത് എല്ലാ സിസ്റ്റം മാനുവലായിട്ട് തിരിച്ച് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. പക്ഷേ നമുക്കിനി ഇന്ന് ഓടിച്ച് നോക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇത്ര ഹെവി ഒരു വാഹനം, 3 ലിറ്റർ പെട്രോൾ എഞ്ചിൻ, 282 bhp പവർ, അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിക്കാൻ അല്പം ഒരു ഓഫ് റോഡും ചെയ്യാം അല്ലേ? അതെ. ഓക്കെ. അപ്പോൾ നമ്മളങ്ങനെ ഫുജേറ മല നിരകൾക്കിടയിലൂടെ ഗ്രനേഡിയർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കിത് ഓടിക്കുമ്പോൾ ആദ്യം കിട്ടുന്നൊരു ഇമ്പ്രഷൻ എന്ന് പറയുന്നത് ഇത് എന്താണ് BMW SUV ഓടിക്കുന്ന ഫീലാണ് അല്ലേ? അതായത് എൻജിൻ വൈസ്. കാരണം ഇത് BMW എൻജിൻ തന്നെയാണ്, 3 ലിറ്റർ എഞ്ചിനാണ്, ടർബോ പെട്രോൾ എഞ്ചിനാണ്, ഇൻലൈൻ 6 ആണ്. അതിൻ്റെ ആ ഒരു എഞ്ചിൻ്റെ അതേ എന്താണ് BMW നമ്മൾ കാണുന്ന ഒരു ഹെവി ആയിട്ടുള്ള പെട്രോൾ എഞ്ചിനുകളുടെ അതേ രീതികളൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇതിൻ്റെ സസ്പെൻഷനാണ്. സസ്പെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ എവിടെയൊക്കെ പോയാലും നമ്മളൊന്നും അറിയുന്നില്ല, ടെറൈനൊന്നും ഒരു വിഷയമല്ലാത്ത സസ്പെൻഷനാണ്. പിന്നെ വേറൊരു കാര്യമുള്ള ഹെവിനെസ് കാരണം വണ്ടി കിട്ടുന്നൊരു ഗ്രിപ്പ് എന്ന് പറയുന്നത് അമേസിങ് ആണ്. ഇതിങ്ങനെ പതുക്കെ ഇങ്ങനെ ഓടിച്ചു പോകാനും ഭയങ്കര രസമാണ് ഈ ഒരു ഹെവിനെസ് കാരണം അല്ലേ? സ്പീഡിൽ പോയാലും നമുക്ക് കോൺഫിഡൻസ് പോകാത്ത രീതിയിലുള്ള ഒരു രീതിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ 10-60-70 കിലോമീറ്ററൊക്കെ ഇപ്പോൾ ഓടിച്ചു കഴിഞ്ഞു. നമ്മുടെ കൂടെയുള്ള മറ്റൊരു ഗ്രനേഡിയർ മുന്നിൽ പോകുന്നു. പിന്നെ ഇതിൻ്റെ ബ്രേക്കിംഗ് ഒക്കെ വളരെ എഫിഷ്യൻ്റ് ആണ് അല്ലേ? ഏത് തരത്തിലുള്ള ടെറൈനിലും വളരെ എഫിഷ്യൻ്റായ ബ്രേക്കിംഗ് ഉണ്ട്.
എന്താണ് എനിക്ക് ഇത്രയധികം വാഹനങ്ങൾ ഓടിക്കുക, ഇത്രയധികം വാഹനങ്ങളെ സർവീസ് ചെയ്ത മണിയെ സംബന്ധിച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിന്റെ ഡ്രൈവിംഗുമായിട്ട് ബന്ധപ്പെട്ട ഫീച്ചർ എന്താണ് ഇതിന്റെ? മെയിനായിട്ട് ഇതിന്റെ സസ്പെൻഷനാണ്. കാരണം നമുക്ക് ആര് വന്നാലും ഏത് ടെറൈനിലും എനിക്ക് ഒരു വിഷയമില്ലേ, ഇപ്പൊ പോവാന്ന് പറഞ്ഞാൽ നൈറ്റും ഡേയും ദർ ഇസ് നോ എനി ഇഷ്യൂ. അതെ, ശരിയാണ്. ഞാൻ അറിയില്ല, നേരത്തെ കാണിച്ച അത്രയും റോക്കുകൾ കിടക്കുന്നതിന്റെ ഇടയിൽ കൂടെ ആം റെഡി, നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോ നമ്മൾ പോകുന്നത് ഒരു സാധാരണ വണ്ടികളൊന്നും കയറി പറ്റാത്ത ഒരു ഏരിയയിലേക്ക് ഇതിന്റെ കപ്പാസിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രൈവാണ്. നമുക്കൊന്ന് കണ്ടു നോക്കാം, അപ്പോൾ അറിയാൻ പറ്റും അതെന്താണ് അതിന്റെ ഒരു ഫീൽ. അതെ അതെ, ഡിഫറൻഷ്യൽ ലോക്കുകളും ഒക്കെ ടെസ്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ടെറൈനാണ് അല്ലേ? ഓഫ് റോഡിന്റെ കാര്യത്തിൽ നമുക്ക് അറിയാവുന്ന പോലെ ഡിഫൻഡർ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് വാഹനമാണ്, അതിനോടൊപ്പം നിൽക്കുന്നുണ്ട് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ. പിന്നെ എടുത്തു പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് റോഡ് ഗ്രിപ്പ്. അതാണ് ഞാനിപ്പോൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ വണ്ടിയുടെ വെയിറ്റ് കാരണമായിരിക്കും എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഒരു ഹെവി വാഹനം ഓടിക്കുന്ന ഫീലുണ്ട്, പക്ഷേ കൺട്രോളുകളെല്ലാം വളരെ ലൈറ്റുമാണ്. പിന്നെ സേഫ്റ്റിയുടെ കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ബിൽഡ് ക്വാളിറ്റി കാരണം തന്നെ സേഫ്റ്റി എന്ന് പറയുന്നത് അതിനെപ്പറ്റി പറയേണ്ട കാര്യം പോലും ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? അത് ഈ മണിയുടെ കാര്യത്തിൽ മണിക്ക് ഒരു ഭയങ്കര കോൺഫിഡൻസ് ആണ്. അവിടെ വെച്ചാണെങ്കിലും ഈ കല്ലിനൊക്കെ കൂടെ ഞാൻ വേണം കയറ്റും എന്ന് പറയുന്ന രീതിയിലുള്ള കോൺഫിഡൻസ് തരുന്ന ഒരു വാഹനമാണ്, അത് സംശയമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് അത്തരത്തിലുള്ള ഓഫ് റോഡ് എബിലിറ്റീസിൽ ഉപരി ഇതൊരു ഫാമിലി വാഹനവുമാണ് അല്ലേ? ഫാമിലി വാഹനം, ഭയങ്കര സേഫ് ആയിട്ടുള്ള ഒരു ജി വാഗന്റെ ഒന്നാമത് ചേസ് കാര്യങ്ങളെല്ലാം അവിടെ വരുന്നത് ഒരു മെഴ്സീഡസ് ജി വാഗന്റെ അതേ ടച്ച് ആണ്. ശരിയാണ്. അപ്പൊ മെഴ്സീഡസ് ബെൻസും BMW കൂടിയാണ് ഉണ്ടാക്കിയെന്ന് പറയാം. അങ്ങനത്തെ ഒരു വണ്ടി വേറെ കിട്ടാൻ അതേ രീതിയിലുള്ള സൈസും കാര്യങ്ങളെല്ലാം ആണ്, അതേ ഒരു ഫീലാണ് നിങ്ങൾക്ക് വരുന്നത്. പക്ഷെ കുറച്ചും കൂടി റഫാണ്. ശരിയാണ്. പക്ഷെ ആ റഫ്നെസ് ആണ് ഇതിന്റെ ഒരു USP. അത് തന്നെയാണ്. പിന്നെ നമുക്കിപ്പോൾ ഏറ്റവും പുതിയ കാലത്തിന് ചേരുന്ന രീതിയിലുള്ള ഇപ്പൊ ആൻഡ്രോയിഡ് ഓട്ടോയിലും ആപ്പിൾ കാപ്പിളും അത്തരം സാധനങ്ങളും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ക്യാമറ എല്ലാ സാധനമുണ്ട്. ഇതിന്റെ മറ്റൊരു പിക്കപ്പ് ട്രക്ക് വേർഷൻ ഉണ്ടല്ലോ. അതെ, ക്വാർട്ടർ മാസ്റ്റർ, അതായത് ഫീൽഡ് മാസ്റ്റർ, ട്രെയിൽ മാസ്റ്റർ, ക്വാർട്ടർ മാസ്റ്റർ. ശരി. ഇനി 2026 വരുന്നുണ്ട് ഫുസിലിയർ എന്നുള്ളൊരു മോഡല്. അത് അതിഗംഭീരമായിട്ടുള്ള അത് EV ആണ്. അത് സെയിം ലൈക്ക് ജി വാഗൺ അതിനോടനുബന്ധിക്കുന്ന. ഈ ക്വാർട്ടർ മാസ്റ്റർ എന്ന് പറയുന്ന പിക്കപ്പ് ഡബിൾ ക്യാബിൻ അത് വിൽക്കാൻ തുടങ്ങി. അതിന്റെ കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കിയത് 300 മില്ലിമീറ്റർ അതിന് വീൽ ബേസും കൂടുതലുണ്ട് എന്ന് പറയുമ്പോൾ ഇന്റീരിയർ സ്പേസ് ഇതേപടി നിലനിർത്തിക്കൊണ്ട് ഇതിന് വളരെ നീളമുള്ള ഒരു എന്താ പറയുക ലോഡ് ഏരിയ കൂടി അതിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് അത്തരത്തിലുള്ള വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് കിടിലൻ സാധനമാണ്. അപ്പൊ ഇവരുടെ ഫ്യൂച്ചർ പ്ലാൻസിൽ ഇനിയിപ്പോ ഇലക്ട്രിക്കിലേക്കൊക്കെയാണോ കാര്യമായ രീതിയിൽ പോകുന്നത്? അതെ, ഇനിയിപ്പോ വരുന്നത് ഒരു ഫ്യൂച്ചർ ഇലക്ട്രിക്കലാണ്. സത്യത്തില് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ പെർഫോമൻസ് കാണുമ്പോൾ ഇതിനേക്കാളും വെല്ലുന്നതായിരിക്കും അടുത്ത വരുന്നൊരു EV. തീർച്ചയായിട്ടും. അപ്പൊ ഇതിന്റെ കാര്യത്തിൽ എന്താണ് വാറന്റി അത്തരം കാര്യങ്ങളൊക്കെ എന്താണ്? കമ്പനി 5 years വാറന്റിയാണ്. അത് മാത്രമല്ല 13 വർഷം മറ്റേ ചേസിസ് വാറന്റിയാണ്. 3 വർഷം പെയിന്റ് പ്രൊട്ടക്റ്റഡ് വാറന്റിയാണ്. അതെ, എല്ലാം കാരണം ഓഫ് റോഡ് ആയതുകൊണ്ട് അത്രയും അതിന്റെ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്റെ വാറന്റി കാര്യങ്ങളെല്ലാം. അപ്പൊ മണിയെ സംബന്ധിച്ച് മണി ഇതല്ലാതെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹോങ്ജി എന്ന് പറയുന്ന ചൈനീസ് വാഹനമാണ്. നമുക്ക് ആലോചിച്ചറിയാം അതിന്റെ മെയിൻ്റെനൻസ് കോസ്റ്റും സർവീസ് കോസ്റ്റും ഒക്കെ വളരെ കുറവായിരിക്കും. പക്ഷെ ഇതൊരു പറഞ്ഞ ബ്രിട്ടീഷ്, ജർമ്മൻ എല്ലാം കൂടെ ചേർന്നൊരു ഗംഭീര സാധനം ആയതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഇത് വളരെ കൂടുതലാണോ മെയിൻ്റെനൻസ് കോസ്റ്റ്? അല്ല, സെയിം. സാധാരണ നമ്മളൊരു മെഴ്സിഡസ് BMW ഹാൻഡിൽ ചെയ്യുന്ന ഒരാള് അതേ രീതിയിലുള്ള കാറ്റഗറി തന്നെയാണ് അതിന്റെ പ്രൈസിങ് വരുന്നത്. പിന്നെ സ്വാഭാവികമായിട്ട് ഇതിന്റെ മെയിൻ്റനൻസ് വളരെ കുറവായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കാരണം ഇതിന്റെ സസ്പെൻഷനൊക്കെ ആയി തന്നെ നിങ്ങൾ എങ്ങനെ കേടുവരുത്താന്നുള്ളതാണ് ചിലപ്പോൾ അതിന് അവാർഡ് കൊടുക്കേണ്ടത്. ആ രീതിയിലുള്ള സ്ട്രോങ് ആണ്, ഹെവിയാണ്. നമ്മളങ്ങനെ പോകുന്ന വഴിക്ക് ഇതാ പനയുടെ മുകളിൽ ഒരാൾ നിൽക്കുന്നത്. എന്താ പരിപാടി? പന ഇത് അതായത് ഇപ്പോ ഈത്തപ്പഴത്തിന്റെ കാലഘട്ടമല്ലേ, അപ്പോ ഈ പൂക്കിലയില് ആൺപൂവും പെൺപൂവും തമ്മിൽ അവര് കണക്ട് മിക്സ് ചെയ്യുന്നതാണ് അത്. അപ്പോഴാണ് കൂടുതൽ വിളവ് അവർക്ക് എടുക്കാൻ വേണ്ടി പറ്റുക. അങ്ങനെ ചെയ്യുന്നതാണ് പരാഗണം നടത്തുന്ന രീതി. അപ്പൊ നമ്മളിപ്പോ ഒത്തിരി ഇന്റീരിയറിലേക്ക് എത്തി അല്ലേ? അപ്പൊ നമ്മൾ എന്താണ് ഓഫ് റോഡിലേക്ക് പോവാണോ? ഓഫ് റോഡ്, അതായത് ഇതിന്റെ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഒരു മൗണ്ടൻസ്, ഇപ്പൊ നമ്മളുള്ളത് ആൾട്ടിറ്റ്യൂഡ് 181 മീറ്റർ ആണ്. റോഡില്ലാതെ നമുക്ക് ഈ കാണുന്ന മലയുടെ മേലേക്ക് എങ്ങനെയാണ് ഈ മലയുടെ മേലെ ശരി ആത്മഹത്യാപരമായ കാര്യമാണല്ലോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതെ, കാരണം അങ്ങനെ ഒരു ഉയരം പേടിയില്ലല്ലോ അല്ലേ? ഇല്ല, ഉയരം പേടി. അത് ധൈര്യമായിട്ട് വണ്ടി കൊണ്ടുപോകും. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഈ ഇത്രയും നേരം ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പോകുന്ന ടെറൈൻ എന്താ നിങ്ങൾ കണ്ടല്ലോ, ക്യാമറ അനങ്ങുക പോലും ഇല്ല. ആ രീതിയിലാണ് സസ്പെൻഷൻ എന്ന് പറയുന്നത്.
പിന്നെ 6 എയർ ബാഗ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഈ മലയുടെ മുകളിലേക്കാണ് കയറാൻ പോകുന്നത് അല്ലേ? അതെ. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഓഫ് റോഡ് സംഭവങ്ങളൊക്കെ പറ്റി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി കയറാൻ പോകുന്നു. എന്തായാലും നമ്മുടെ മുന്നിൽ നമ്മുടെ ഗ്രനേഡിയർ പോകുന്നുണ്ട്. അതിൻ്റെ പിന്നാലെ പിടിക്കാം. വഴികാട്ടിയായിട്ട് ഒരാളുണ്ടല്ലോ ഏതായാലും മുന്നിൽ. അപ്പോൾ എന്തായാലും നമ്മൾ 244 മീറ്ററായി ഓൾട്ടിറ്റ്യൂഡ് ഇപ്പം അല്ലേ? അതെ. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞാൽ ഈ വണ്ടിക്കകത്തിരുന്നുകൊണ്ട് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടും ഇല്ല. കാരണം വലിയ ഷെയ്ക്കൊന്നുമില്ല. പക്ഷേ ഈ വഴിയിൽ മറ്റു വാഹനങ്ങളാണെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. പിന്നെ 4 എയർ ബാഗാണ് ഇതിന് വരുന്നത് അല്ലേ? പക്ഷേ ഇപ്പോൾ പുതിയ വരാൻ പോകുന്നതിലൊക്കെ 6 എയർ ബാഗ്സ് അല്ലേ വരാൻ പോകുന്നുണ്ട്. എന്തായാലും ഇതിൽ ഒരു 4 വീലർ ഡ്രൈവ് എൻഗേജ് ചെയ്യാതെയാണ് ഈ പൊക്കോണ്ടിരിക്കുന്നത് കേട്ടോ. ഫ്യൂജറയുടെ മറ്റൊരു മുഖം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ടേണിംഗ് റേഡിയസും വളരെ കുറവല്ലേ എത്ര വലിയ വണ്ടിയാണെങ്കിലും. അപ്പോൾ ഇനിയുള്ള ഈ ഒരു ഓഫ് റോഡ് പാതയിൽ ഏറ്റവും വലിയൊരു ഗ്രേഡിയൻറ്റ് കയറാൻ പോവാണ്. ഇതൊരു കിടിലൻ ടെറൈനാണ്, ഒരു രക്ഷയില്ലാത്ത ടെറൈനാണ്. നമ്മൾ ഒരു വമ്പൻ കയറ്റം, വമ്പൻ കയറ്റം എന്ന് പറഞ്ഞാൽ പോരാ, അത്യാവശ്യം കാല് വിറയ്ക്കുന്ന കയറ്റമാണ് കയറാൻ പോകുന്നത്. അത് ഏറ്റവും പ്രശ്നമുള്ളൊരു സ്ഥലമാണ് ഇപ്പോൾ കടന്നുപോയ ആ ഒരു ചെറിയ സ്ട്രെച്ച്. അത് കഴിഞ്ഞിപ്പോൾ മുകളിലിപ്പം പിടിച്ചു കയറി ഓടിക്കൊണ്ടിരിക്കുന്നു. ഓ അമേസിങ് വാഹനമാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഓഫ് റോഡ് മേഖലയിലെ വമ്പന്മാരെന്ന് വിളിക്കുന്ന ടൊയോട്ട അല്ലെങ്കിൽ ബെൻസ്, ജീവാഗൺ പോലുള്ള വാഹനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊരു പുതിയ കമ്പനിയാണ്. ഇവർ ഇത്രയും കിടിലൊരു ഓഫ് റോഡ് വെഹിക്കിൾ വിത്ത് ഓൾ ദ കംഫർട്ട് നിർമ്മിച്ച് എടുത്തിരിക്കുന്നത്. ഓ മുകളിൽ ഇപ്പോൾ പൊട്ടുപോലെ അല്ലേ? അപ്പോൾ അതിൻ്റെ ആ പോയ സംഭവം കാണണമെങ്കിൽ നമ്മൾ ആ ഒരു വൈഡിൽ ഒന്ന് നോക്കുമ്പോൾ മനസ്സിലാവും. ഒരു പുഴു പോലെ കയറി പോവാണ് ഏറ്റവും മുകളിലേക്ക്. ഇത് ഹൈ സെക്യൂരിറ്റി ഏരിയയും കൂടിയാണ് ഇവിടുത്തെ ആർമിയുടെയൊക്കെ എന്തൊക്കെയോ പോസ്റ്റുകളൊക്കെ ഉണ്ട് മുകളിൽ. പിന്നെ മണി ഇവിടുത്തെ ഒരു പ്രമുഖനായതുകൊണ്ട് അത്തരം പെർമിഷൻസ് ഒന്നും വിഷയമല്ല. ഇനി അത് തിരിച്ചുകൊണ്ട് വരണമെങ്കിൽ കുറച്ച് ദൂരം പോയി തന്നെ തിരിക്കാൻ സാധ്യതയുള്ളൂ. അങ്ങനെ നമ്മുടെ കണ്ണിൽ നിന്നും വാഹനം മറയുന്നു. ഇനിയിപ്പോൾ തിരിച്ചു വരുന്നത് കാണാം. ഇതാ വരുന്നുണ്ടോ? അത് ബ്ലാക്ക് ഗ്രനേഡിയറാണ്. പൊട്ടുപോലെ കാണാം ദൂരേന്ന് വരുന്നത്. ഇതിപ്പോ ഈ കല്ലൊക്കെ കിടക്കുന്ന എന്താ ഇവിടെ വെള്ളപ്പൊക്കം വന്നിട്ടല്ല, ഇത് മഴ പെയ്തിട്ട് കഴിഞ്ഞ വർഷം വാതി വന്നതാണ്. ഓ ഒഴുകി വന്ന കല്ലുകളൊക്കെയാണ് കിടക്കുന്നല്ലേ? അത് ശരി. അപ്പോൾ എത്ര സ്ഥലങ്ങൾ ഏറ്റവും ബെസ്റ്റ് വാഹനമാണ്, ഒന്നും പേടിക്കാനില്ല. നമ്മളിതിനകത്ത് ഇരിക്കുമ്പോൾ കിട്ടുന്നൊരു കോൺഫിഡൻസ് എന്ന് പറയുന്നൊരു ഗംഭീരമാണ് കേട്ടോ. ഒന്നും അറിയുന്നില്ല. ഈ കല്ലൊക്കെ ചാടി കയറി പോകുന്നു എന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞിട്ട് പോലില്ല എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു വാഹനം, നല്ലൊരു ഗംഭീരമായ ഓഫ് റോഡ് വാഹനം വാങ്ങിക്കണമെങ്കിൽ എത്ര രൂപ തരണം?
നമുക്ക് 3,15,000 പക്ഷേ ഇപ്പം അതിനൊരു 50%, അതായത് 50,000 സോറി 50,000 അല്ല, ഈ റമദാന്റെ ഓഫറിൽ 50,000 ഓഫർ കൊടുക്കുന്നുണ്ട്. 50,000 dirhams ഓഫർ. അത് അതിനൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2023 സം വെഹിക്കിൾസ് ഉണ്ട്, അതിന്റെ ഒരു ഡിസ്കൗണ്ട് ആണ്. കാരണം നമ്മൾ പറയുമ്പോൾ എന്ത് ഇത്ര കുറച്ചെന്നുള്ളത് പറയണ്ട. 2023 ഇപ്പോഴും ആളുകൾ വിറ്റുകൊണ്ടിരിക്കുക. 2023 വെഹിക്കിളും 2024 വ്യത്യാസമില്ല, സെയിം തന്നെയാണ്, ഇയർ ചേഞ്ച് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ആ 50,000 കൊടുക്കുന്നത്, അല്ലാതെ വാഹനത്തിന് ഡിമാൻഡ് കുറവായതുകൊണ്ടല്ല. അല്ല എന്ന് പറയുമ്പോൾ ഒരു 275 ഓൺ റോഡ് ഒക്കെ എടുക്കാൻ പറ്റും അല്ലേ. ഗംഭീര വാഹനമാണ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ വാഹനം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം 5 എമിറേറ്റ്സിലാണ് ഇപ്പോൾ ഡീലർഷിപ്പ് ഉള്ളത് അല്ലേ. അവിടെ പോയി വാഹനം ഓടിക്കുക. ഞാൻ മണികണ്ഠൻ്റെ നമ്പറൊക്കെ ഇതിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വിളിച്ചിട്ട് വന്ന് വാഹനം ഓടിച്ച് നോക്കാം, ഒരു ഓഫ് റോഡൊക്കെ ചെയ്ത് നോക്കാം അല്ലേ. തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമുക്ക് ഒന്നുകൂടി ഡ്രൈവ് ചെയ്യണം നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ട്. എൻ്റെ ഒരൊറ്റ ആഗ്രഹം അതുകൊണ്ടാണ് ഞാൻ ഈ വാഹനം തന്നെ മേടിച്ചിട്ടുള്ളത്. നാട്ടിൽ കൊണ്ടുവരണോ? തീർച്ചയായിട്ടും. അത് ശരി. കാരണത്തില് എനിക്ക് ഈ ഇത് ഡ്രൈവ് ചെയ്തതിനു ശേഷം ഞാൻ ഉടനടി ഒരെണ്ണം സ്വന്തമാക്കി. അത് സ്വന്തമാക്കിയപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡന്റ് ആണ്. അതുകൊണ്ടാണല്ലോ ഞാൻ പറയാം, എവിടെ വേണമെങ്കിലും ഞാൻ റെഡി ആണെന്നാണ്. ശരിക്കും വണ്ടി ഭ്രാന്തന്മാരെന്നൊക്കെ പറയുന്ന ആൾക്കാരെ, ഓമനപ്പേരിട്ട് വിളിക്കുന്ന ആൾക്കാർക്ക് അവരിത് കണ്ടു കഴിഞ്ഞാൽ വിടില്ല. തീർച്ചയായിട്ടും അത് ഒരു കോംപ്രമൈസ്. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വാഹനം. അല്ല തീർച്ചയായിട്ടും അത് നാട്ടിൽ കൊണ്ടുപോകട്ടോ. നമുക്ക് കാർണറ്റിൽ കൊണ്ടുപോകാം. നമുക്ക് നമ്മുടെ SEMS കോളേജിന്റെ ഉടമസ്ഥൻ നമ്മുടെ സുഹൃത്ത് പ്രമോദിന്റെ കയ്യിൽ പഴയ ഡിഫൻഡറും ഉണ്ട്. അത് ഇതും കൂടി രണ്ടുകൂടി നമുക്കൊരു രസമുള്ള സാധനമൊക്കെ വീഡിയോ വെച്ച് അപ്പോൾ നമുക്ക് ഇനി ഇവനെ അവിടെ കാണാം, കൊച്ചിയിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും വാഹനത്തിൻ്റെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ട. എല്ലാ തരത്തിലും വളരെ ആധുനികമാണ്. തന്നെയല്ല ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച വാഹന കമ്പനികളാണ്. അത് BMW ആയാലും അതുപോലെ തന്നെ CFൻ്റെ ട്രാൻസ്മിഷൻ പോലുള്ള കാര്യങ്ങൾ, മാഗ്ന സ്റ്റെയർ എന്ന കമ്പനിയാണ് എഞ്ചിനീയറിങ്ങിൻ്റെ പല കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. അങ്ങനെ ബെസ്റ്റ് ഓഫ് എവറിതിങ് എന്നാണ് നിങ്ങൾക്ക് ഈ ഒരു വാഹനത്തെ പറ്റി പറയുന്നത്. തന്നെയല്ല നിങ്ങൾക്ക് ഇഷ്ടം പോലെ കസ്റ്റമൈസ് ചെയ്യാം. നേരത്തെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കിച്ചൺ അടക്കമുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കും, ഓഫ് റോഡിന് പോകുമ്പോഴോ അല്ലെങ്കിൽ ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോഴും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വാഹനമാണ് നമ്മളിപ്പോൾ ഈ ഒരു മലയുടെ നടുവിൽ നിന്നുകൊണ്ട് ഫ്യൂച്ചറയിൽ ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏതായാലും മണിയുടെ കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം മണി നമ്മൾ ഓരോ തവണ കാണുമ്പോഴും മണി ഇങ്ങനെ ഓരോരോ ചുവട് മുന്നിലേക്ക് വെച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ ഒരു ചെറിയ വർക്ക്ഷോപ്പിൽ ജീവിതം ആരംഭിച്ച് പിന്നെ വലിയൊരു വർക്ക്ഷോപ്പിലേക്ക് മാറി. അതിനുശേഷം ഇപ്പോൾ നമ്മൾ ഹോങ്ഷി എന്ന് പറയുന്ന ചൈനീസ് കമ്പനിയുടെ ഡീലർഷിപ്പുകൾ തുടങ്ങി. ഒപ്പം ഈ ഒരു ബ്രിട്ടീഷ് വാഹന നിർമ്മാണ കമ്പനിയുടെ ഡീലർഷിപ്പിൽ എത്തി നിൽക്കുകയാണ് മണിയുടെ ജീവിതം. അപ്പോൾ ഇനി അടുത്ത തവണ വരുമ്പോഴത്തേക്കും കൂടുതൽ റൈറ്റ്സിലേക്ക് വ്യാപിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു.